പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും കരുണാമയനുമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് ഈ നിമിഷം ഞങ്ങൾ പൂർണ്ണമായും അണയുന്നു. ലോകത്തിൻ്റെ എല്ലാ ബഹളങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങളിൽ നിന്നും അങ്ങയുടെ പാദപീഠത്തിലിരിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഭാരമുള്ള ഹൃദയത്തോടെ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളോടെ, പ്രതീക്ഷയോടെ അങ്ങയുടെ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ പേര് ചൊല്ലി സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും 2 ദിവസമായി രോഗാവസ്ഥയിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഓർക്കണം. പരിശുദ്ധാത്മാവേ, സ്വർഗീയ ആശ്വാസദായകനെ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലേക്ക്, അവർ ഇരിക്കുന്ന ആ മുറിയിലേക്ക്, ആ ഭവനത്തിലേക്ക് അങ്ങ് ശക്തിയോടെ ഇറങ്ങി വരണമേ. ഒരു ഇളന്തനൽ പോലെ അവരുടെ വേദനകളെ തലോടി, ഒരു അഗ്നി പോലെ അവരുടെ സകല ഭയങ്ങളെയും ചുട്ടുചാമ്പലാക്കണമേ. അങ്ങയുടെ ജീവന്റെയും സമാധാനത്തിൻ്റെയും ആത്മാവ് ഈ നിമിഷം ഇവരെ പൊതിയട്ടെ. വിശുദ്ധ ഗ്രന്ഥം നമ്മെ എത്ര മനോഹരമായാണ് ഓർമ്മിപ്പിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28. ദൈവമേ, അങ്ങയുടെ ഈ ജീവനുള്ള വാഗ്ദാനം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് ഓടി വരികയാണ്. ലോകം തരുന്ന ആശ്വാസമല്ല, സ്വർഗം തരുന്ന ശാശ്വതമായ സമാധാനം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ. പ്രിയ സഹോദര, സഹോദരി, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അവിടുത്തെ അത്ഭുതകരമായ കരങ്ങൾക്ക് ഒരു അതിരുകളുമില്ല. നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ രാപ്പകൽ പ്രാർത്ഥിക്കുകയും ലോകം വിചാരിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾ അനുഭവിച്ചറിയുകയും ചെയ്ത ആയിരക്കണക്കിന് ആളുകളുടെ ജീവനുള്ള സാക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വൈദ്യശാസ്ത്രം പ്രതീക്ഷ കൈവിട്ടവർ, മരണത്തിൻ്റെ നിഴലിൽ ജീവിച്ചവർ, കർത്താവിന് തിരുരക്തത്താൽ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തകർന്നു തരിപ്പണമായ, ഇനി ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല എന്ന് മനുഷ്യരും കോടതികളും വിധിയെഴുതിയ കുടുംബങ്ങൾ അവിടുത്തെ ദിവ്യസ്നേഹത്താൽ ഒന്നിപ്പിക്കപ്പെട്ടു. തലമുറകളായി കെട്ടിക്കിടന്ന കടബാധ്യതകൾ, ജപ്തി ഭീഷണികൾ, തടസ്സപ്പെട്ടുപോയ ബിസിനസ്സുകൾ എന്നിവയിൽ നിന്ന് ദൈവികമായ വഴികളിലൂടെ അനേകർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിഞ്ഞ എത്രയോ അമ്മമാർക്കും സഹോദരങ്ങൾക്കും ഈ പ്രാർത്ഥനയിലൂടെ ദൈവിക സമാധാനം ലഭിച്ചു. മക്കളില്ലാതെ വർഷങ്ങളോളം അപമാനവും കണ്ണുനീരും സഹിച്ച എത്രയോ ദമ്പതിമാർക്ക് ദൈവം ഗർഭഫലം നൽകി അനുഗ്രഹിച്ചു. ഇതെല്ലാം നമ്മുടെ ജീവനുള്ള കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയും കരുണയുമാണ്. ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത് ഒട്ടും യാദൃശ്ചികമല്ല. ദൈവം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ നിശബ്ദമായ കണ്ണുനീരും രാത്രികളിലെ സങ്കടങ്ങളും അവിടുന്ന് കണ്ടതുകൊണ്ടാണ്. നിങ്ങളുടെ ആരും കാണാത്ത വേദനകൾക്ക്, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾക്ക് ഇന്നൊരു പുതിയ മറുപടി നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ വചനം ശാശ്വതമായ സത്യമായി നമ്മോട് വിളിച്ചു പറയുന്നു: ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് അസാധ്യമായത് വല്ലതും ഉണ്ടോ? വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആയതിനാൽ മനസ്സിലെ സകല സംശയങ്ങളും ഭയങ്ങളും മാറ്റിവെച്ച് ദൈവത്തിൽ മാത്രം പൂർണ്ണ വിശ്വാസമർപ്പിച്ച് നമുക്ക് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കാം. മനുഷ്യന് തടുക്കാൻ കഴിയാത്ത അത്ഭുതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സൗഖ്യദായകനായ സ്വർഗീയ പിതാവേ, ശാരീരികവും മാനസികവും ആത്മീയവുമായ കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുന്ന അങ്ങയുടെ ഓരോ മക്കളെയും ഓർത്ത് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ നൽകുന്ന സൗഖ്യദായകമായ കരങ്ങൾ അവരുടെ രോഗഗ്രസ്തമായ ശരീരങ്ങളിൽ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ. കർത്താവെ, ക്യാൻസർ എന്ന മഹാമാരിയിൽ ഭയപ്പെട്ടിരിക്കുന്നവർ, അതിൻ്റെ കഠിനമായ വേദന അനുഭവിച്ച് റേഡിയേഷനിലൂടെയും കീമോതെറാപ്പിയിലൂടെയും കടന്നു പോകുന്നവർ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃക്കരോഗികൾ, പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും കാരണം അവയവങ്ങൾ തളർന്നു പോയവർ, ഹൃദ്രോഗങ്ങൾ, ഹാർട്ട് ബ്ലോക്കുകൾ, സ്ട്രോക്ക് വന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗം ചലിപ്പിക്കാൻ കഴിയാതെ കിടപ്പിലായവർ, അസ്ഥിരോഗങ്ങൾ, നട്ടലിനെയും ഡിസ്കിനെയും ബാധിച്ച കഠിനമായ വേദനകൾ, പാർക്കിൻസൺസ്, ആർത്രൈറ്റിസ്, തൈറോയിഡ്, അലർജികൾ, ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, അപൂർവ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ എല്ലാവരുടെയും മേൽ സ്വർഗീയമായ സൗഖ്യം ഈ നിമിഷം ഇറങ്ങി വരട്ടെ. കഠിനമായ വേദന കാരണം രാത്രികളിൽ ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയാതെ ഞരങ്ങുന്നവർ, വീൽ ചെയറിലും കിടക്കയിലുമായി ജീവിതം തള്ളി നീക്കുന്ന മാതാപിതാക്കൾ, ഡോക്ടർമാർ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞവർ, ശാസ്ത്രത്തിന് പേര് നൽകാൻ പോലും കഴിയാത്ത അപൂർവ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ,
കർത്താവെ, അങ്ങയുടെ അനുഗ്രഹീതമായ കരം ഈ നിമിഷം ഇവരുടെ തല മുതൽ ഉള്ളങ്കാൽ വരെ സ്പർശിക്കട്ടെ. വചനം ശക്തിയോടെ പ്രഖ്യാപിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് 15:26 അവന്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഈശാവ് 53:5 കാൽവരി ക്രൂശിൽ ഒഴുക്കിയ വിലയേറിയ തിരുരക്തത്താൽ ഈ മക്കളുടെ സകല അവയവങ്ങളെയും കോശങ്ങളെയും രക്തധമനികളെയും ഞരമ്പുകളെയും കഴുകണമേ. യേശുവിന്റെ നാമത്തിൽ സകല രോഗാതുരതകളും ഈ നിമിഷം ഇവരുടെ ശരീരങ്ങളെ വിട്ട് എന്നേക്കുമായി മാറിപ്പോകട്ടെ. തലച്ചോറിലെ തടസ്സങ്ങൾ, ട്യൂമറുകൾ, രക്തത്തിലെയും നാഡികളിലെയും ഇൻഫെക്ഷനുകൾ, അനാവശ്യമായ മാംസവളർച്ചകൾ എന്നിവ യേശുവിന്റെ നാമത്തിൽ അലിഞ്ഞു ഇല്ലാതാവട്ടെ. അതുപോലെ മാനസികമായി തകർന്നുപോയവർ, കടുത്ത വിഷാദരോഗത്തിലും ഉത്കണ്ഠയിലും അകപ്പെട്ടവർ, അകാരണമായ ഭയവും പാനിക് അറ്റാക്കുകളും കാരണം വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്നവർ, നിദ്ര ലഭിക്കാതെ ഉറക്കഗുളികകളെ ആശ്രയിക്കുന്നവർ, എല്ലാവരുടെയും മനസ്സിന്റെ ഭാരങ്ങളെ എടുത്തുമാറ്റി ദൈവീകമായ വലിയ ശാന്തതയും സമാധാനവും നൽകണമേ. മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും രോഗങ്ങൾ കൊണ്ട് തളർന്നു നിൽക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. കുടുംബങ്ങളെ ഭൂമിയിൽ സ്ഥാപിച്ച കാരുണ്യവാനായ കർത്താവേ, തകർച്ചയുടെയും വേർപിരിയലിന്റെയും അസ്വസ്ഥതകളുടെയും വക്കിൽ നിൽക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ കേഴുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വലിയ അകൽച്ചകൾ, പരസ്പര വിശ്വാസമില്ലായ്മ, ഈഗോ, എപ്പോഴും ഉണ്ടാകുന്ന വലിയ വഴക്കുകൾ, സംശയങ്ങൾ, മൂന്നാമതൊരാളുടെ ഇടപെടലുകൾ മൂലം തകർന്ന ബന്ധങ്ങൾ, കോടതി വരാന്തകളിൽ വിവാഹമോചനത്തിനായി കാത്തു നിൽക്കുന്ന അവസ്ഥകൾ, കർത്താവെ, ഈ കുടുംബങ്ങളിലേക്ക് അങ്ങ് ഇപ്പോൾ തന്നെ പ്രവേശിക്കണമേ. സകല ഭിന്നതകളുടെയും ശാപങ്ങളുടെയും ആത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരു വാക്കുപോലും സംസാരിക്കാതെ ഒരേ വീട്ടിൽ അപരിചിതരെ പോലെ കഴിയുന്ന ദമ്പതിമാരുടെ ഹൃദയങ്ങളിൽ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും ദൈവിക സ്നേഹത്തിൻ്റെയും ആത്മാവ് നിറയട്ടെ. മക്കളുടെ ഭാവിയും അവരുടെ സ്വഭാവ രൂപീകരണവും ഓർത്ത് രാപ്പകൽ കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. അങ്ങേ അറിയാതെ ദുർമാർഗങ്ങളിൽ അകപ്പെട്ടു പോയ മക്കൾ, തെറ്റായ കൂട്ടുകെട്ടുകളിലും മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും അമിത ഉപയോഗത്തിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അവരോട് അനാദരവ് കാണിക്കുന്നവർ, കർത്താവെ, ഈ കുഞ്ഞുങ്ങളിൽ വലിയൊരു ആത്മീയ മാനസാന്തരം ഉണ്ടാവട്ടെ. സാത്താൻ അവരെ ബന്ധിച്ചിരിക്കുന്ന സകല ഇരുമ്പിൻ്റെ വാതിലുകളെയും തകർത്ത് ഞങ്ങളുടെ മക്കളെ കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരണമേ. അതുപോലെ വിവാഹം നടക്കാതെ തടസ്സങ്ങൾ നേരിടുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യമായ നല്ല ജീവിത പങ്കാളികളെ നൽകണമേ. മക്കളില്ലാതെ വർഷങ്ങളായി അപമാനവും വിഷമവും സഹിക്കുന്ന ദമ്പതിമാർക്ക് മാതാവിൻ്റെ ഉദരത്തെ അനുഗ്രഹിച്ച് ഉത്തമമായ ഗർഭം നൽകണമേ. വചനം പ്രഖ്യാപിക്കുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ 24:15 ദൈവം കൂട്ടിച്ചേർത്തതിനെ ഒരു മനുഷ്യനും ഒരു പൈശാചിക ശക്തിയും വേർപെടുത്താൻ കഴിയാതിരിക്കട്ടെ. നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്നേഹവും സന്തോഷവും കർത്താവിൻ്റെ സമാധാനവും ഓരോ ഭവനത്തിലും വീണ്ടും നൂറുമേനിയായി തഴച്ചു വളരട്ടെ. സ്വർഗീയ ദാതാവായ കർത്താവെ, അന്നുള്ള അപ്പത്തിനായി സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം നെട്ടോട്ടം ഓടുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, എടുത്ത കടങ്ങൾ തിരികെ നൽകാൻ കഴിയാതെ മാനഹാനി ഭയന്ന് ജീവിക്കുന്നവർ, രാപ്പകൽ അധ്വാനിച്ചിട്ടും ബിസിനസ്സിൽ വൻ തകർച്ച നേരിട്ടവർ, നല്ല വിദ്യാഭ്യാസമുണ്ടായിട്ടും അർഹതപ്പെട്ട ജോലി ലഭിക്കാതെ നിരാശരായവർ, വിദേശത്തോ നാട്ടിലോ നല്ലൊരു വരുമാനമാർഗമില്ലാതെ സ്വന്തം കുടുംബത്തെ നോക്കാൻ കഴിയാതെ വിതുമ്പുന്നവർ, ഇവരുടെ എല്ലാവരുടെയും മുൻപിൽ അങ്ങയുടെ സമൃദ്ധിയുടെയും അത്ഭുതങ്ങളുടെയും പുതിയ വാതിലുകൾ തുറക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, എൻ്റെ ദൈവമാകട്ടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തേജസ്സോടെ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം സമൃദ്ധമായി നിറച്ചു തരും. ഫിലിപ്പിയർ 4:19 കർത്താവെ, അങ്ങയുടെ മക്കളുടെ വിയർപ്പിനെയും അധ്വാനത്തെയും അത് 100 മേനിയായി അനുഗ്രഹിക്കണമേ. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് അവർക്ക് ഇടം പോരാതെ വണ്ണം അനുഗ്രഹം ചൊരിയണമേ. സാമ്പത്തികമായ സകല തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പണമില്ലാത്തതുകൊണ്ട് മുടങ്ങിപ്പോയ വീട് പണികൾ പൂർത്തിയാക്കാനും മക്കളുടെ വിവാഹം മംഗളകരമായി നടത്താനുമുള്ള സ്വർഗീയ വഴികൾ അങ്ങ് തുറന്നു നൽകണമേ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ചിന്തിക്കുക. ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആരും അറിയാത്ത നിങ്ങളുടെ ഹൃദയഭാരം എന്താണ്? ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ എഴുതി അറിയിക്കുക. നിങ്ങൾ തനിച്ചല്ല എന്ന് ഓർക്കുക. ഈ ചാനലിലൂടെ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കായി പേര് ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്കായി കണ്ണീരൊഴുക്കാൻ ദൈവത്തിൻ്റെ വലിയൊരു കൂട്ടായ്മ ഇവിടെയുണ്ട്. അതുപോലെ ഈ പ്രാർത്ഥന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക്, വേദന അനുഭവിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയിലൂടെ ഒരുപക്ഷെ തകർന്നുപോയ ഒരു ജീവിതത്തിന് പുതിയ പ്രകാശം ലഭിച്ചേക്കാം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് ജീവിക്കാനുള്ള പ്രത്യാശ ലഭിച്ചേക്കാം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളും ഒരു ഉപകരണമാവുക. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു,
ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് നൽകപ്പെടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. മത്തായി 7:7. അതെ, ഇന്ന് സ്വർഗം നിങ്ങൾക്കായി തുറക്കപ്പെടും. സ്വർഗീയ പിതാവേ, ഇതുവരെ ഞങ്ങൾ കണ്ണീരോടെ സമർപ്പിച്ച എല്ലാ അപേക്ഷകളും അങ്ങ് സ്വർഗത്തിൽ ശ്രവിച്ചതിനായി സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കുചേർത്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അങ്ങയുടെ അത്ഭുതകരമായ കരം വയ്ക്കണമേ. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ പകൽ അവരുടെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാകട്ടെ. അവരുടെ സകല ഭയങ്ങളെയും നിരാശകളെയും നീക്കി ദൈവികമായ വലിയ പ്രത്യാശയാൽ ഇവരെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്വമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവായ ദൈവമേ, അങ്ങയുടെ മക്കളുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ തളച്ചിട്ടിരിക്കുന്ന സകല അന്ധകാര ശക്തികളെയും ഈ നിമിഷം ഞങ്ങൾ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശ്വാസിക്കുന്നു. പല കുടുംബങ്ങളിലും തലമുറകളായി തുടർന്നു പോരുന്ന ശാപങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കാരണമായ പൈശാചിക ബന്ധനങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ എന്നിവയാൽ സമാധാനം നഷ്ടപ്പെട്ട് എപ്പോഴും ഭയത്തിൽ ജീവിക്കുന്ന അനേകരുണ്ട്. രാത്രികളിൽ ഞെട്ടിയുണരുന്നവർ, അകാരണമായ ഭയം അനുഭവിക്കുന്നവർ, എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അവസാന നിമിഷം തടസ്സങ്ങൾ മാത്രം നേരിടുന്നവർ, കർത്താവേ, ഇവരുടെ മേൽ അങ്ങയുടെ വിടുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കരം ശക്തിയോടെ നീട്ടണമേ. വചനം പറയുന്നു, ചെറിയവനായ എന്നെ അവൻ വലിയവനാക്കി, ഇരുളിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവൻ എന്നെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ അവൻ തകർത്തു. സങ്കീർത്തനങ്ങൾ 107:14. യേശുവിൻ്റെ തിരുരക്തത്താൽ സകല ദുഷ്ടാരൂപികളും അന്ധകാര ശക്തികളും ഈ നിമിഷം ഈ കുടുംബങ്ങളെ വിട്ട് എന്നേക്കുമായി മാറിപ്പോകട്ടെ. അവരുടെ തൊഴിലിടങ്ങളിലും വീടുകളിലും യാത്ര ചെയ്യുന്ന വാഹനത്തിലും ദൈവത്തിൻ്റെ അഗ്നിമതിൽ സംരക്ഷണമായി തീർക്കണമേ. സകല സാത്താനിക കണികളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടും. 91-ാം സങ്കീർത്തനത്തിൻ്റെ വലിയ സംരക്ഷണം ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഇപ്പോൾ തന്നെ ലഭിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നാളെയുടെ പ്രതീക്ഷകളായ തലമുറകളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവതിയുവാക്കളെയും അങ്ങയുടെ കരുണാമയമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ഓർമ്മക്കുറവും അലസതയും അനുഭവിക്കുന്ന കുട്ടികളെ അങ്ങയുടെ സ്വർഗീയ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായമുണ്ടാകട്ടെ. പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർത്തെടുക്കുവാനും സകല ഭയവും മാറി വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാനും അവർക്ക് സാധിക്കട്ടെ. അതുപോലെ പുതിയ ജോലികൾക്കായി ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് സ്വർഗീയമായ ഒരു വലിയ ഫേവർ അങ്ങ് നൽകണം. ഉദ്യോഗസ്ഥരുടെ മുൻപിൽ അവർക്ക് കൃപ ലഭിക്കട്ടെ. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഉയർന്ന റാങ്കുകൾ ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. ഇന്നത്തെ ഈ കാലത്ത് യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന സകല ലഹരി മാഫിയകളിൽ നിന്നും, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും, മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയും അമിതമായ അടിമത്തത്തിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് കാത്തുരക്ഷിക്കണമേ. അവരുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യബോധം നൽകി അങ്ങയുടെ സാക്ഷികളായി അവരെ ഉയർത്തണമേ. ജീവന്റെ നാഥനായ കർത്താവെ, ഒരു പുതിയ ജീവനെ ഹൃദയത്തിൽ വഹിച്ച് ഗർഭാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ അമ്മമാരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ അങ്ങ് പേര് ചൊല്ലി വിളിച്ച ആ കുഞ്ഞിനെ അങ്ങയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. കർത്താവെ, മാസങ്ങൾ തികയുമ്പോൾ യാതൊരു അപകടവും കൂടാതെ വളരെ എളുപ്പത്തിൽ സുഖപ്രസവം നടക്കുവാൻ അങ്ങ് കൃപ നൽകണമേ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും അമ്മയുടെ പൂർണ്ണമായ ആരോഗ്യവും ആയുസ് നൽകി അനുഗ്രഹിക്കണമേ. ഗർഭചിത്രത്തിൻ്റെ ഭീഷണി നേരിടുന്നവർ, ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വലിയ ഭയത്തിൽ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നവർ, ഇവരുടെ എല്ലാ മനസ്സിൽ സകല ഭയങ്ങളെയും മാറ്റി അങ്ങയുടെ പൂർണ്ണ സമാധാനം നൽകണമേ. ആ മാതാക്കളുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെയും കാത്തിരിപ്പിൻ്റെയും പൊൻകിരണം വീശട്ടെ. കരുണാമയനായ ദൈവമേ, വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിൽ ആരാരുമില്ലാതെ കഴിയുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൂരെ ആയതുകൊണ്ടും പലരാലും ഉപേക്ഷിക്കപ്പെട്ടതുകൊണ്ടും 4 ചുവരുകൾക്കുള്ളിൽ കണ്ണീരോടെ ജീവിക്കുന്ന സകലരെയും അങ്ങയുടെ മാറോട് ചേർത്ത് പിടിക്കണമേ. രോഗശയ്യയിൽ കിടക്കുന്ന പ്രായമായവർക്ക് അവരുടെ കഠിനമായ വേദനകളിൽ അങ്ങ് വലിയ ആശ്വാസം നൽകണമേ. അവർക്ക് കൂട്ടായി അവരെ കേൾക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട് വിധവകളായി സ്വന്തം ഭാവിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഓർത്ത് വ്യാകുലപ്പെടുന്ന സഹോദരിമാരുടെ കണ്ണുനീർ അങ്ങ് തുടയ്ക്കണമേ. അനാഥർക്കും വിധവകൾക്കും എക്കാലവും സംരക്ഷകനായ ദൈവം അവരുടെ സകല ആവശ്യങ്ങളും അത്ഭുതകരമായി നിറവേറ്റി കൊടുക്കണമേ. വചനം നമ്മെ എത്രമേൽ ആശ്വസിപ്പിക്കുന്നു. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അനന്യൻ തന്നെ, നരയ്ക്കുന്നത് ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു, ഞാൻ വഹിക്കും, ഞാൻ ചുമക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും. യെശയ്യാ 46:4. പ്രിയമുള്ളവരെ, അതിശക്തമായ ഈ വിടുതൽ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഈ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഭാരവും സങ്കടവും ഇപ്പോൾ ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ വഴി എത്രയോ അത്ഭുതങ്ങളാണ് ദിനം പ്രതി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ കണ്ണീരോടെ സാക്ഷ്യപ്പെടുത്തിയത് വർഷങ്ങളായി വിൽക്കാൻ കഴിയാതിരുന്ന
ബാങ്ക് ജപ്തി ചെയ്യാൻ നിന്ന വസ്തു ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വിറ്റുപോയി. വലിയ സാമ്പത്തിക കടത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു എന്നാണ്. അതുപോലെ ഡോക്ടർമാർ ഉപേക്ഷിച്ച് ക്യാൻസർ രോഗിയായിരുന്ന അമ്മയ്ക്ക് ഈ പ്രാർത്ഥനയിലൂടെ അത്ഭുത സൗഖ്യം ലഭിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വർഗത്തെ നോക്കി നന്ദി പറയാൻ മാത്രമേ നമുക്ക് കഴിയൂ. ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് അത്ഭുതം ചെയ്യും. ഇത് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയാലും, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത് എത്ര അസാധ്യമായാലും, ഇത് ഈ വീഡിയോയിലൂടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കുറിക്കുക. നിങ്ങൾ എഴുതുന്ന ഓരോ വരിയും സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ അപേക്ഷയാണ്. ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങൾക്കായി നിരന്തരം പ്രാർത്ഥിക്കും. അതുപോലെ ഈ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി ലഭിച്ചെങ്കിൽ, ദൈവസ്നേഹം നിങ്ങൾ അനുഭവിച്ചെങ്കിൽ, ഇത് നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ഒരു വ്യക്തിക്കെങ്കിലും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഈ ആത്മീയ യാത്രയിൽ പങ്കുചേരുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു വലിയ കുടുംബം രക്ഷപ്പെട്ടേക്കാം. ഈ സദ്വാർത്ത മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെട്ട് വളരട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ സമയം അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായി കോടാനുകോടി സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പൂർണ്ണ ഹൃദയത്തോടെ പങ്കെടുത്ത സകലരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കണ്ണുനീരുടെ അപേക്ഷയും സ്വർഗത്തിൽ സ്വീകരിക്കപ്പെട്ടുവെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ഇനി അവർ കരയരുത് കർത്താവേ. അവരുടെ വീടുകളിൽ ഇന്നു മുതൽ അതിരറ്റ സന്തോഷം നിറയട്ടെ. അവർ ആഗ്രഹിച്ച ജോലികൾ അവർക്ക് ലഭിക്കട്ടെ. അനാവശ്യമായ കോടതി വ്യവഹാരങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അവർക്ക് ശാശ്വതമായ മോചനം ലഭിക്കട്ടെ. അവരുടെ മക്കൾ ലോകത്തിന് മുൻപ് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ വചനത്താൽ ഇവരെ ഞങ്ങൾ ആശീർവദിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും കാക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവരായിരിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ നേരെ ഉയർത്തി നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം നൽകട്ടെ. സംഖ്യ 6:24-26 നാം ജീവനുള്ള ആശീർവാദ വചനത്താൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നാളത്തെ പ്രഭാതം അവരുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഒരു പുതിയ തുടക്കമായി മാറട്ടെ. സകല സ്തുതിയും മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവനുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.